2025 നവംബർ 26 സിറാജ് എഡിറ്റോറിയൽ. ചാരവൃത്തി ഗുരുതര കുറ്റം, മതങ്ങളുമായി കൂട്ടിക്കെട്ടരുത്. ഇന്ത്യയിലെ ഇന്റലിജൻസ് ജോലികൾക്കായി ISI പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി റിക്രൂട്ട് ചെയ്ത ആളുകളുടെ എണ്ണം എത്രയാണെങ്കിലും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളാണ്. 1947 മുതലുള്ള കേസുകൾ 4000-ലധികം വരും. അതിൽ 20% പോലും മുസ്ലിങ്ങളുണ്ടാകില്ല. മറിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം തെറ്റാണ്. മുസ്ലിങ്ങളെ ഞങ്ങൾ കൂടെ കൂട്ടി രാജ്യത്തെ ഉന്നതിയിലെത്തിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കറകളഞ്ഞ സംഘപരിവാറുകാരനുമായ അജിത് ഡോവലിൻ്റേതാണ് ഈ വാക്കുകൾ. 2014 മാർച്ച് 11 ആസ്ട്രേലിയ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്ത 1 മണിക്കൂർ 17 മിനിറ്റ് ദൈർഘ്യമുള്ള യൂട്യൂബ് വീഡിയോയിലാണ് അജിത് ഡോവലിൻ്റെ ഈ പരാമർശം. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ശരിവെക്കുന്നതാണ് രാജ്യദ്രോഹ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. 3 ദിവസം മുമ്പാണ് ISIയുമായി ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘത്തെ ഡൽഹിയിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. അജയ്, ദൽവീന്ദർ, മൻദീപ്, രോഹൻ എന്നിവരാണ് പിടിയിലായ സംഘത്തിലെ അംഗങ്ങൾ. ഇതേ ദിവസം തന്നെയാണ് രാജ്യത്തെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ജീവനക്കാരായ രോഹിത്, സാൻഡ്രി എന്നിവരെ ഉഡുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. ISIക്കു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് ഈ വർഷം അറസ്റ്റിലായവരുടെ ഏതാനും പേരുകൾ കൂടി. സെൻട്രൽ റിസർവ് സേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റാംജാട്ട് മെയ് 25 ഡൽഹിയിൽ NIA അറസ്റ്റ് ചെയ്തത്. സൂരജ് മസീഹ്, പാലക് ഷെർ മസീഹ് തന്ത്രപ്രധാന സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് മെയ് 3 പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് ഫിറോസാബാദിലെ ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ രവീന്ദ്രകുമാർ മാർച്ച് 13 ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബുകാരനായ ഗഗൻദീപ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന വിവരങ്ങൾ ISIക്കു കൈമാറിയതിന് ജൂൺ 2 പഞ്ചാബ് പോലീസിന്റെ പിടിയിൽ. ട്രാവൽ വ്ളോഗർ ജ്യോതി മൽഹോത്ര, പഞ്ചാബ് സ്വദേശികളായ ഗുസാല സുഖ്പ്രീത്, സംഗ്ദേവേന്ദ്ര സിംഗ് ദില്ലർ, കരൺബീർ സിംഗ്, ഹരിയാന സ്വദേശി ദേവേന്ദർ സിംഗ് ഇവരാരും മുസ്ലിം സമുദായാംഗങ്ങളല്ല. കൂട്ടത്തിൽ 2017 മധ്യപ്രദേശ് പോലീസ് പിടികൂടിയ ഒരു വൻ ചാരക്കേസ് കൂടി പരാമർശിക്കട്ടെ. BJPയുടെ ഭോപ്പാൽ IT സെൽ ജില്ലാ കോഓർഡിനേറ്റർ ധ്രുവ് സക്സേനയും 10 സംഘപരിവാർ പ്രവർത്തകരുമാണ് അന്ന് പിടിയിലായത്. ഇന്ത്യൻ സൈനിക വിന്യാസങ്ങളെക്കുറിച്ച് ISIക്ക് നിർണായക വിവരങ്ങൾ നൽകിയതിനു പുറമെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ശേഖരിച്ചതായും ഇവർക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ചാരപ്രവർത്തനത്തിനായി ധ്രുവ് സക്സേന സമാന്തര ടെലികോം എക്സ്ചേഞ്ച് വരെ സജ്ജീകരിച്ചിരുന്നു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് മൂലം ടെലികോം വകുപ്പിന് 3000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മധ്യപ്രദേശ് നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തുകയുമുണ്ടായി. ചാരപ്രവർത്തന കേസിൽ മുസ്ലിം നാമധാരികളും പിടിയിലായിട്ടുണ്ട്. അജിത് ഡോവൽ പറഞ്ഞതുപോലെ മറ്റു സമുദായാംഗങ്ങളെ അപേക്ഷിച്ച് തുലോം കുറവാണ്. ചാരപ്രവർത്തനത്തെയും അജ്ഞാതരായ ഭീകരർ നടത്തുന്ന സ്ഫോടനങ്ങളെയും അപ്പുറവും ഇപ്പുറവും നോക്കാതെ മുസ്ലിം തീവ്രവാദവുമായി കൂട്ടിക്കെട്ടുന്ന പ്രവണതയുണ്ട് രാജ്യത്ത്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പോലും ഇത്തരം മുൻധാരണക്കാരുണ്ട്. മുംബൈ ട്രെയിൻ സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, സംജോത എക്സ്പ്രസ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, അജ്മീർ ദർഗാ സ്ഫോടനം തുടങ്ങി രാജ്യത്തെ നടുക്കിയ സ്ഫോടനങ്ങൾക്കു പിന്നിലെല്ലാം മുസ്ലിം തീവ്രവാദികളെയായിരുന്നു തുടക്കത്തിൽ സംശയിക്കപ്പെട്ടത്. നിരവധി മുസ്ലിം ചെറുപ്പക്കാർ അറസ്റ്റിലാകുകയും ചെയ്തു. ഇവയുടെ പിന്നാമ്പുറങ്ങളിൽ സന്യാസിമാരും സൈനിക പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളുമടങ്ങുന്ന ഹിന്ദുത്വ തീവ്രവാദികളായിരുന്നുവെന്ന വസ്തുത രേഖാമൂലം പിന്നീട് വെളിച്ചത്തു വന്നു. സമാനമാണ് ISIക്ക് വേണ്ടിയുള്ള ചാരപ്രവർത്തനങ്ങളുടെ സ്ഥിതിയും. ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാനോട് കൂറു പുലർത്തുന്നവരും പാക് ചാരന്മാരുമാണെന്ന തെറ്റായ ധാരണ പരത്തുന്നുണ്ട് ചിലർ. അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് അജിത് ഡോവൽ ഓർമ്മപ്പെടുത്തുന്നത്. ചാരപ്രവർത്തനത്തിന് മതമില്ല, വ്യക്തിഗത കുറ്റകൃത്യങ്ങളാണ് അവയത്രയും. സാമ്പത്തിക നേട്ടത്തിനോ പാക് യുവതികളുടെ ഹണിട്രാപ്പിൽ അകപ്പെട്ടോ ആണ് മിക്കവരും ഇന്ത്യൻ പ്രതിരോധ രഹസ്യങ്ങളും മറ്റു സുപ്രധാന വിവരങ്ങളും ISI വൃത്തങ്ങൾക്ക് കൈമാറുന്നത്. ഭോപ്പാലിലെ BJP
ജില്ലാ നേതാവ് ദൃക് സക്സേന നടത്തിയ ചാരപ്രവർത്തനത്തിന്റെയും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെയും പേരിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഹിന്ദു സമുദായത്തെയോ മൊത്തം പ്രതിക്കൂട്ടിൽ കയറ്റാനൊരുങ്ങുന്നത് അന്യായവും അർത്ഥശൂന്യവുമെന്നതുപോലെ തന്നെയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മൊത്തം സംശയദൃഷ്ടിയോടെ നോക്കുന്നതും. ദേശീയ ഐക്യത്തിന് വെല്ലുവിളിയാണ് അത്തരം മുൻധാരണകളും വീക്ഷണങ്ങളും പ്രചാരണങ്ങളും. സാമൂഹിക ഐക്യത്തെയും ന്യായബോധത്തെയും ദോഷകരമായി ബാധിക്കുന്ന തെറ്റായ പ്രവണതയുമാണത്.